Shruti. Kala kala happy happy. Circle square line and star. അടിച്ചല്ലേ നമ്മൾ സാർ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു ഡൈനോസറാണ് വിത്ത് ലോങ് നെക്ക്. സോ ആദ്യം നമ്മൾ അതിൻ്റെ ഫേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഫേസിൽ നമ്മളിങ്ങനെ കുറേ കേർവ്സ് കൊടുക്കണം. നിങ്ങൾ എൻ്റെ കൂടെ വരയ്ക്കണം. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പതുക്കെ വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് ചെയ്യാം. ഇനി നമ്മൾ അതിൻ്റെ വായിൽ കൂടെ ഒരു കേർവ് കൊടുക്കണം. എന്നിട്ട് നോസ് കൊടുക്കണം, 2 ഡോട്ട്. ആൻഡ് ഐസും കൊടുക്കണം, ഒരു സെമി സർക്കിൾ. ആൻഡ് അതിൻ്റെ അകത്തും ഒരു ലൈൻ കൊടുത്തിട്ട് അത് ഷെയ്ഡ് ചെയ്യണം. അതാണ് ഡൈനോസറിൻ്റെ ഐസായി നമ്മളുടെ. ഇനി നമുക്ക് എന്തുണ്ട്? ഡൈനോസറിൻ്റെ ലോങ് നെക്ക്. അപ്പോൾ ലോങ് നെക്കിന് വേണ്ടി ആ വാ വരച്ചിട്ട് അതിൻ്റെ അടിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അതിൻ്റെ അടിയിൽ നമ്മൾ ഭയങ്കര വലിയൊരു കേർവ് കൊടുക്കുക. ആ കേർവ് താഴെ വരെ പോണേ. താഴെ പോയിട്ട് ഇങ്ങനെ ഞാൻ പെൻസിൽ വെച്ച് ലൈറ്റായിട്ട് വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് എങ്ങനെ വരുന്നു. പിന്നെ ഡൈനോസറിന് 4 legs ഉണ്ട്. അപ്പം അത് സ്ട്രെയിറ്റ് ഒന്നും ആവണ്ട, കുറച്ച് കേർവി ആയിട്ട് വരച്ചാൽ മതി. പക്ഷെ വലിയ ലെഗ്സാണ് ആനെ പോലെ, അപ്പം വലിയതായിട്ട് വരയ്ക്കണം. ടോസും വലിയതായിട്ട് വരയ്ക്കണം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ലെഗ് വരച്ചു, സെക്കൻഡ് ലെഗ് വരച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെ ബാക്കിലും ഒരു ലെഗും കൂടെ വരയ്ക്കണം. സോ തിക്ക് ലെഗ്സ് ആയിരിക്കണം, ബിക്കോസ് ഹി ഹാസ് എ ഹെവി ബോഡി. അത് താങ്ങി നിൽക്കാൻ നല്ല തടിയുള്ള കാലുകൾ വരയ്ക്കണം. അത് കഴിഞ്ഞ് അത് കേർവ് ചെയ്ത് ബാക്കിലോട്ട് നെക്കിൻ്റെ അവിടെ കണക്ട് ചെയ്യണം. എല്ലാ ലെഗിലും ടോസ് വരയ്ക്കാൻ മറക്കല്ല്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു പിന്നെയും ഒരു കേർവ് ബാക്കിൽ കൊടുക്കാം. ഡൈനോസറിൻ്റെ ടെയിലും തിക്കാണ്, അതുകൊണ്ട് നല്ല വൈഡായിട്ട് തന്നെ വരയ്ക്കണം. ആൻഡ് ലോങ് ആയിരിക്കണം, ഒരു കേർവ് ഉണ്ടായിരിക്കണം, ലൈക്ക് എ ബിഗ് സ്ലൈഡ്. ഒരു ചുരിഞ്ഞു വരണം. ഇനി എന്താ ഉള്ളത്? കുറച്ച് ഡോട്ട്സ്. ആഡ് സം സ്പോട്ട്സ് ഓൺ ഹിസ് ബാക്ക്, പിന്നെ മേ ബി ഓൺ ദ ലെഗ്സ്. പുറത്ത് കുറച്ച് പൊട്ടുകൾ പോലെ നല്ല ഭംഗിയുള്ള കണ്ണുകളും കൊടുക്കണം നമ്മുടെ ഡൈനോസറിന് വേണ്ടി. അപ്പോൾ ഞാനിവിടെ ആദ്യം നെക്കിൻ്റെ അവിടെ 2-3 ഡോട്ട്സ് കൊടുക്കുക. പിന്നെ എവിടെ കൊടുക്കണം? കാലിലും കൊടുക്കാം, പിന്നെ കുറച്ച് ബാക്കിലും കൊടുക്കാം. 1 2 3. ഇനി എവിടെ കൊടുക്കണം? ടെയിലും കൊടുക്കണോ? ഓക്കെ, എന്നാൽ ആദ്യം കാലിൽ കൊടുക്കാം, എന്നിട്ട് പിന്നെ കുറച്ച് ടെയിലിലും ആഡ് ചെയ്തേക്കാം. ഡിഡ് യു നോ ദിസ് ഡൈനോസർ വാസ് എ വെജിറ്റേറിയൻ? യാ, ഡൈനോസർ ലീഫൊക്കെയാണ് തിന്നുന്നത്, ട്രീസിൻ്റെ ടോപ്പിൽ നിന്നൊക്കെ. ഓക്കെ, സോ നമ്മളുടെ ഡൈനോസർ ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ കുറച്ച് ലൈൻസൊക്കെ കൊടുക്കാം. നെക്കിൻ്റെ താഴെയൊക്കെ കുറച്ച് ലൈൻസൊക്കെ കൊടുക്കണം. കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇത് കുറച്ച് ഡീറ്റെയിൽസാണ്. അപ്പം നമ്മൾ ഇന്ന് അഡ്വാൻസ്ഡ് അല്ലേ വരയ്ക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്യണം. ഇനി എന്താണുള്ളത്? ഇനി ദാറ്റ്സ് റൈറ്റ്, ഇനി കളറിങ്. ഞാൻ ഇന്ന് ഗ്രീൻ പേപ്പറിൽ തന്നെയാണ് വരച്ചത്, അതുകൊണ്ട് എൻ്റെ ഡൈനോസർ ഓൾറെഡി ഗ്രീനാണ്. നിങ്ങൾ വൈറ്റ് പേപ്പറിലാണ് വരച്ചെങ്കിൽ ഡൈനോസറിന് ഗ്രീൻ കളർ കൊടുക്കാം. ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് എൻ്റെ ഡൈനോസറിന് ഫുൾ ഔട്ട്ലൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഡൈനോസറിൻ്റെ സ്പോട്ട്സിനെ ഔട്ട്ലൈൻ ചെയ്യും, കാലിനെ ഔട്ട്ലൈൻ ചെയ്യും, ഫേസിനെ ഔട്ട്ലൈൻ ചെയ്യും. അപ്പോൾ ഒരു ഡൈനോസർ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന പോലെ ഒരു ഫീൽ വരും. അങ്ങനെ എൻ്റെ ഡൈനോസർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ പെയിൻറ്റിങ് എങ്ങനെ വന്നു? ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ പോസ് ചെയ്ത് ഇത് വരയ്ക്കണം. പറ്റിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ, ബിക്കോസ് വേറെ കുറേ വീഡിയോസ് ഉണ്ടല്ലോ, അതൊക്കെ ട്രൈ ചെയ്യണം. ഓക്കെ, അപ്പം എൻ്റെ ഡൈനോസറിൻ്റെ ഫൈനൽ ടച്ചിങ് ഞാൻ വൈറ്റ് ഡോട്ട്സ് ഇട്ടിട്ട് എല്ലാ സ്പോട്ട്സിനെയും മാർക്ക് ചെയ്തു. ഡൈനോസർ റെഡി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഡൈനോസർ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇനി വേറെ എന്തെങ്കിലും വരയ്ക്കണമെങ്കിൽ കമൻറ്റിൽ പറയുക. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.